ഇന്ന് നമ്മൾ പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ് ചെയ്യുന്നത്. നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുക കേട്ടോ. ആദ്യമായിട്ടൊക്കെ നെയ്ച്ചോറ് ഉണ്ടാകുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ഈസി നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരിയാണ് എടുക്കുന്നത്. ബസ്മതി റൈസ് താല്പര്യമുള്ളവർക്ക് അതായാലും മതിയാകും. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ഒരു കപ്പാണ് കേട്ടോ. ഈ ജീരകശാല അരി എന്ന് പറയുമ്പോൾ കൂടുതൽ നിങ്ങളല്ലാതെ ചെറുതായിട്ട് വരുന്ന അരിയാണ് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നാച്ചേഴ്സ് ചോയ്സിൻ്റെ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പം ഈ ഒരു അരി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ലൂസായിട്ട് വാങ്ങിക്കുന്ന നെയ്ച്ചോറിൻ്റെ അരി അങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കഴുകിയിട്ട് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരി കുതിർക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ സെയിം കപ്പിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വേണം കേട്ടോ വെള്ളം ഇളക്കാനും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് അളവ് തന്നെ ആയി കിട്ടിക്കോളും. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിൽ 3 കപ്പ് വെള്ളമാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് മുഴുവൻ ചേർക്കുന്നില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. പ്രഷർ കുക്കറിൽ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം തന്നെ മതി. അപ്പോൾ നല്ല വിട്ടിരിക്കുന്ന നല്ല ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പുള്ള ചോറ് കിട്ടും. പക്ഷെ ഒരു ഇത്തിരി കൂടെ വേവ് കൂടുതൽ വേണം. കുറച്ചൊരു ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ചോറ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഒഴിച്ചാൽ മതി. ചോറ് ഉണ്ടാക്കാനായിട്ട് കുക്കർ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അത് മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആദ്യം. പിന്നെ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ഏലക്ക, 3 ഗ്രാമ്പു, ചെറിയ 2 പീസ് പട്ട, ഒരു കഷ്ണം ബേ ലീഫ് അതുകൂടെ ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു കഷ്ണം വലിയുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. വലിയുള്ളി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നേരത്തെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ്. വെള്ളത്തോട് കൂടെ വാരിയുണ്ട്. ആ ഊറ്റിയെടുത്തിട്ടുള്ള അരി ഈ ഒരു എണ്ണയിലേക്ക് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അരി ഇട്ടിട്ട് ചെറുതായിട്ടൊന്നങ്ങ് വറുത്തെടുക്കുക. അതിനുശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡൊക്കെ തന്നെ മതിയാവും. അല്ലെങ്കിൽ ഏകദേശം ഒരു 1 മിനിറ്റിൻ്റെ അടുത്ത്, അതിൽ കൂടുതലായി പോകരുത്. അങ്ങനെ ആവുന്ന സമയത്ത് ചോറിൻ്റെ നല്ലൊരു വൈറ്റ് കളർ, നെയ്ച്ചോറിൻ്റെ നല്ലൊരു വെള്ള കളർ നഷ്ടപ്പെടും, ഒരു ബ്രൗൺ കളർ ആയി പോകും. അതുപോലെ തന്നെ അരി പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട്. അപ്പോൾ ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. അതിലത്തെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് ഒന്നങ്ങ് മാറി ഒന്നങ്ങ് ഡ്രൈ ആവാൻ, അതായത് നമ്മൾ ഈ ചോറ് ഒരുപാട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചോറിലേക്ക് ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും ബാക്കി 1 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കുക. അതായത് ഒരു ഇത്തിരി ഡാൽഡ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറിന് കുറച്ചൊരു മായം കൂടുതൽ കിട്ടും. ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് വളരെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തിട്ട് ഇടണ്ട, അങ്ങനെ ആകുമ്പോൾ ചോറിൻ്റെ കളർ മാറിപ്പോവും. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ അളവ് ഒരുപാട് കൂടുതലും വേണ്ട. 2 കപ്പ് അരി എടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. അരി ഇട്ടിട്ട് ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടും. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ ഒരുപാട് ഓയിൽ ഉണ്ടല്ലോ എന്നുള്ളത്. ഞാനൊരു ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് ഓയിൽ, നെയ്യ്, വെളിച്ചെണ്ണ വേണമെന്നില്ല. 1 ടീസ്പൂൺ നെയ്യ് ഉണ്ടായാലും നമുക്ക് നെയ്ച്ചോറ് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം വെളിച്ചെണ്ണ, നെയ്യിൻ്റെ ഒക്കെ കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ ഇത്തിരി മുൻപിൽ നിൽക്കണം. അതായത് ആ ഒരു അരിയിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് കൂടെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് ഇടുക. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. വളരെ ചെറിയ തീയിലല്ല. വളരെ ചെറിയ തീയിലാവുന്ന സമയത്ത് വിസിൽ വരാനായിട്ട് കുറേ സമയം എടുക്കുകയും ചെയ്യും, ചോറ് വെന്ത് കുഴയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിസിൽ വരാൻ തുടങ്ങുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇത് ഒരു വിസിൽ കഴിയുന്ന സമയത്ത് അടുത്ത വിസിൽ വരുന്ന അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ.
ഇപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫുൾ പ്രഷറും പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. നമ്മളതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല കേട്ടോ. ശരിക്കും ഈ ഒരു വിസിൽ വരിക എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും പ്രഷർ കുക്കറിലാവുന്ന സമയത്ത്. അതാണ് നമ്മൾ പ്രഷർ കുക്കറിൽ വെക്കുന്നതുകൊണ്ട്. സാധാരണ നെയ്ച്ചോറ് ഇപ്പോൾ നമ്മൾ സാധാരണ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. പക്ഷേ അതൊരു 10-12 മിനിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതാകുമ്പോൾ ഗ്യാസൊക്കെ വളരെ കുറച്ച് മതി. നമ്മൾ ജസ്റ്റ് കുക്കറിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റിൻ്റെ മുൻപ് തന്നെ വിസിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്യാസൊക്കെ ലാഭിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഫുൾ പ്രഷർ പോകുന്നത് വരെ തന്നെ വെയിറ്റ് ചെയ്യാം. കുക്കറിൽ നമ്മൾ ചോറ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കാം. ആ സമയം കൊണ്ട് ഇത് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് ഉള്ളി വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് വേണ്ടി ഉള്ളി വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നല്ല കനം കുറച്ചിട്ട് വേണം വലിയുള്ളി അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അരിഞ്ഞെടുത്ത ഉള്ളി അങ്ങനെ എണ്ണയിലേക്ക് ഇടാതെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട്, അതായത് ആ ഒരു നല്ല കനം കുറഞ്ഞ രീതിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും, കാണാനും ഭംഗിയായിരിക്കും. ഇതുപോലെ ആയിരിക്കണം. ഇനി ഒന്നുമില്ല, ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളിയിട്ട് വറുത്തെടുക്കുക. നെയ്യിൽ വറുക്കുന്നവർക്ക് അങ്ങനെ വറുക്കുക. ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ ഉള്ളി ഇങ്ങനെ തിക്കി നിറച്ചിട്ടിട്ട് ഒരിക്കലും വറുത്തെടുക്കരുത്. ഇപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു ഉള്ളി മതി. ഞാനിപ്പോൾ ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഉള്ളി ഒന്നിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഉള്ളി ഇട്ടിട്ടെങ്കിൽ വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളി വറുക്കുന്ന കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. പിന്നെ കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരു ഇത്തിരി സമയം വറവായി കിട്ടാൻ ഇത്തിരി സമയം എടുക്കും. പക്ഷേ കളറങ്ങ് മാറി തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളൂ. ആ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇതുപോലെ സൈഡൊക്കെ കളർ മാറാൻ തുടങ്ങും. മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ആയിട്ടുള്ള ഒരു ഇത്തിരി കൂടെ സമയം എടുക്കും. അതുപോലെ തന്നെ ഉള്ളി വറുക്കുന്ന സമയത്ത് ഒരുപാട് കളർ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അത് ആ ചൂടിലിരുന്നിട്ട് കുറച്ചങ്ങ് കളർ മാറിക്കോളും. ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വേണം നോക്കിയിട്ട് ആവശ്യത്തിന് വറുത്ത് അതൊരു സൈഡിലേക്ക് എടുത്തു വെക്കാം. ഇപ്പോൾ ഇവിടെ കുക്കറിൽ പ്രഷറൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ തന്നെ ഒരു കയ്യിലോ സ്പൂണോ ഒന്നും വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ആവി കുറച്ചങ്ങ് പോയിക്കോട്ടെ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ അങ്ങ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ ഒരു ചൂടങ്ങ് പോയി കിട്ടും. കാരണം ഇപ്പം തന്നെ അങ്ങ് മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറ് ചിലപ്പോൾ മൊത്തത്തിൽ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് അങ്ങ് തുറന്ന് വെച്ചതിന് ശേഷം മിക്സ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഒരു ഇതിൽ കിട്ടിക്കോളും. ഒരുപാട് സമയം തുറന്ന് വെക്കാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അടിയിൽ നിന്ന് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് മുകളിലേക്ക് എടുക്കുക. കണ്ടോ, നമ്മളെ ചോറ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുക്കറിൻ്റെ അടിഭാഗത്തുനിന്ന് ഒട്ടും പിടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഉള്ളി വറുത്ത് വെച്ചത് ഒരു സ്ട്രെയിനറിലേക്ക് ഒരു അരിപ്പയിലേക്കൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ക്രിസ്പിയിൽ തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതോട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ഒരു മണം കൂടെ കൂടുതൽ കിട്ടും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഈ ചോറിൻ്റെ മുകളിലേക്ക് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സെർവ് ചെയ്യുന്ന സമയത്ത് അത് ഓരോരുത്തരും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഈ ഒരു ഉള്ളി മല്ലിയിലൊക്കെ ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് കുക്കർ ജസ്റ്റ് വെറുതെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു മണം ചോറിന് കിട്ടും കേട്ടോ, നെയ്ച്ചോറിന്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 കപ്പ് അരി 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വരുള്ളൂ. ഒരു 3 കപ്പൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു കുക്കറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചോറുണ്ടാവും. അപ്പോൾ 3 കപ്പ് അരിയൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. കാരണം ചോറ് ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന സമയത്ത് ആ കറക്റ്റ് വേവ് അതിൽ തന്നെ കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി വേവ് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ കുക്കറിൽ തന്നെ വെക്കാതെ വേഗം വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വേവിൻ്റെ പ്രശ്നം ചൂടാറുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന മട്ടൻ കറി, ബീഫ് കറി ഒക്കെ നമ്മൾ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് തന്നെയായിരിക്കും നെയ്ച്ചോറ് എന്ന് പറയുന്നത്. എന്നാലും ആദ്യമായിട്ടൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് പിന്നെ ഒരു കാര്യം, ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് കുറേ ആളുകൾ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷനും കിട്ടുന്നില്ല, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കാണുമ്പോൾ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടല്ലോ റെഡിൽ, അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്നാവും. അങ്ങനെ ആയാലാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നാവുള്ളൂ.
ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ പോലും എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഈ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ചെറിയൊരു കുഞ്ഞു ബെല്ല്, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ലേറ്റ് ആവുന്നുണ്ട്, കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബെല്ലൈക്കൻ്റെ താഴെ ഒരു ഓപ്ഷൻ എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ഓൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്തിടണം. അതായത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇതുപോലെ ഓൾ പോയിട്ട് സെലക്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ എപ്പോഴും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്.